എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്തേ സാർ. നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തായ്വിരലിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി. ഇപ്പോൾ തായ്വിരൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് ഒന്നാം വിരലിനെ കുറിച്ചാണ്. ഒന്നാം വിരൽ എന്ന് പറയുന്നത് അടുത്തൊട്ട് താഴെ ഒരു മണ്ഡലമുണ്ട്. വ്യാഴൻ എന്നാണ് അതിൻ്റെ പേര്. പഠിച്ചുകൊള്ളണം. ഒന്നാം വിരലിന് ചുവട്ടിൽ കാണുന്ന മണ്ഡലത്തെ വ്യാഴമണ്ഡലം എന്നാ പറയുക. അതുകൊണ്ട് വ്യാഴമണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന വിരൽ, അതുകൊണ്ട് തന്നെ വ്യാഴവിരൽ എന്നൊരു പേര് കൂടിയുണ്ട്. വ്യാഴൻ നമ്മുടെ പൊസിഷനും നമ്മുടെ ധനപരമായ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ആ വിരലിനും അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അളവ് പോലാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു അളവ് പോലാണ് ആ വിരൽ നമുക്ക് പറയാം. അത്ര പ്രാധാന്യമുണ്ട് ആ വിരലിന്. ആ വ്യാഴവിരലിനെ മറ്റേത് വിരൽ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും പങ്കെടുക്കുന്ന പല വിഷയങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ വികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പ്രതിദാനം ചെയ്യുന്ന ഒരാൾ, അതാണ് ബോധമണ്ഡലത്തിന്റെ ഒരു പ്രതിദാനം കൂടി അയാൾക്കുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത്, ഒരാളിനോട് ദേഷ്യം വരുമ്പോൾ നമ്മൾ അയാളോട് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാറുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറ്റൊരു വിരലിൽ നമ്മൾ അങ്ങനെ ചൂണ്ടി പറയാറില്ല. മറ്റു കയ്യിലെ ഒരു വിരലിൽ നമ്മൾ അത്തരത്തിൽ ചൂണ്ടി പറയില്ല. ഈ ചൂണ്ടുവിരലിനെയാണ് നമ്മൾ മറ്റൊരാളുടെ നേരെ ചൂണ്ടുന്നത്. നമ്മുടെ അധികാരം മുഴുവൻ, അതായത് വ്യാഴൻ അധികാരത്തിന്റെ ആളാണ്, അധികാരത്തിന്റെയും കൂടെ ഗർവിന്റെ ഒക്കെ ആളാണ്. അപ്പൊ നമ്മുടെ അധികാരം മുഴുവൻ ഒരാളിലേക്ക് ചൂണ്ടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ അത് നമ്മൾ ഉറപ്പിക്കുന്ന വിരലാണെന്ന് നമുക്ക് പറയാം. ഈ വിരലിന് നന്നായിട്ട് നീളമുണ്ട് എങ്കിൽ അത് അധികാര മോഹികളുടെ ലക്ഷണമാണ്. വ്യാഴവിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ അധികാരമോഹികളുടെ ലക്ഷണമാണ്. അവർ നല്ല ഭരണാധികാരികളുമായിരിക്കും. അധികാരമോഹം എന്നത് മാത്രമല്ല, അവർ നല്ല ഭരണാധികാരികളും കൂടിയായിരിക്കും. ഉത്തമ ഭരണാധികാരികളായിരിക്കും അവർ. അതുകൊണ്ടുള്ള ഈ ഒരു അഹങ്കാരമുണ്ട് അവർക്ക്. ഈ ധനത്തോടും അതോടൊപ്പം തന്നെ അധികാരത്തോടും അവർക്ക് അല്പം മോഹമുണ്ടായിരിക്കും. അതൊടുവിൽ അവരുടെ പ്രശസ്തിക്ക്, അന്തസ്സിന് ഹാനികരമായി തീരുകയും ചെയ്യും. ഇത് പറഞ്ഞത് ഒന്നാം വിരലിന് നീളം കൂടിയാൽ എന്നാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഈ ഒന്നാം വിരൽ രണ്ടാം വിരലിനും ഒരേ നീളമായിരിക്കും. ഈ ചിത്രത്തിൽ അതല്ല കാണിച്ചിരിക്കുന്നത്. ഈ നിങ്ങൾ മനസ്സിട്ട് കണ്ടുകൊണ്ടാൽ മതി. ഒന്നും രണ്ടും വിരലുകൾക്ക് മറ്റൊരു പിക്ചർ അതിനകത്തുണ്ട്. അതൊന്ന് ഇടാൻ പറ്റുമോ? 1, 2, 3, 4, 5ാമത്തെ പിക്ചർ. അതല്ല, ഇതല്ല. അത് തന്നെ. ഇതിൽ 1ഉം 2ഉം വിരലുകൾക്ക് ഒരേ നീളമാണുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഒരാളിന് പോലും ഇത്തരത്തിലൊരു വിരൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടക്കി ഭരിക്കാൻ മോഹമുണ്ടായിരിക്കും. അടക്കി ഭരിക്കാൻ ഈ ഏകാധിപതികളുടെയൊക്കെ കയ്യിൽ ഒരുപക്ഷെ നെപ്പോളിയനും ഹിറ്റ്ലർക്കൊക്കെ
ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിരലുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്നിരിക്കാം. കാരണം നെപ്പോളിയന്റെയും ഹിറ്റ്ലറുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നായിരുന്നു. ലോകം അടക്കി ഭരിക്കണം എന്നുള്ളതായിരുന്നു. ലോകത്തെ കാൽ കീഴിൽ കൊണ്ടുവരാൻ, ലോകത്തെ അടക്കി ഭരിക്കാൻ മോഹമുള്ളവരുടെ കയ്യിലാണ് ഒന്നും രണ്ടും വിരലുകൾക്ക് ഒരേ നീളം ഉണ്ടായിരിക്കുക. ഇപ്പൊ സ്വാഭാവികം നമുക്കൊരു സംശയം വരാം, നമ്മളെപ്പോലൊരു സാധാരണക്കാരന്റെ കയ്യിൽ ഇത് വന്നാൽ നമ്മൾ ഏത് ലോകത്തെയാണ് കീഴടക്കാൻ പോകുന്നത്? ഒരു അല്ലേ സാധാരണക്കാരൻ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ട് എന്ന് വെക്കുക, അവർ ഏത് ലോകം കീഴടക്കാൻ പോകുച്ചാൽ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ അവർ സർവാധികാരികളായിരിക്കും. പറഞ്ഞത് മനസ്സിലായിക്കാണെന്ന് തോന്നുന്നു. ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചാണെങ്കിൽ ആ തുടക്കം ഒന്ന് പറയാമോ? ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ ലിങ്ക് കിട്ടിയോ അവര് സ്വാഭാവികമായിട്ടും യുദ്ധം നടത്തുകയും മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കാനും ഒക്കെ ശ്രമം നടത്തുമ്പോൾ ലോകത്തെക്കാൾ കീഴിൽ കൊണ്ടുവരാൻ ശ്രമം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരു സാധാരണക്കാരന്റെ കയ്യിലാണ് അത് കാണുന്നതെങ്കിൽ അവർക്ക് പിടിച്ചടക്കാൻ ലോകങ്ങളൊന്നുമില്ല, സാമ്രാജ്യങ്ങളില്ല. അവർ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഉണ്ടാവും, ഒരു സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനത്തിലെ സർവാധികാരിയായി അവർ നടക്കും. ഒരുപക്ഷെ അവിടുത്തെ ഒരു താഴ്ന്ന ജീവനക്കാരനായിരിക്കാം, ഒരു ഓഫീസിലെ ഒരു ഇടത്തരം ജീവനക്കാരനായിരിക്കാം, അയാൾക്ക് മുകളിൽ ഹയർ പോസ്റ്റ് ഒരുപാട് ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ എല്ലാം മുകളിൽ അധികാരം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി തീരും അയാൾ. അങ്ങനെ നമ്മൾ പല ഓഫീസുകളിലും പല ഉദ്യോഗസ്ഥരെയും കാണാറുണ്ട്. അവിടുത്തെ ഓഫീസറിനോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ക്ലാർക്കിനോ ഒന്നും ഇല്ലാത്ത അധികാരം അവിടെ ചിലപ്പോൾ ജൂനിയർ ക്ലർക്ക് ചിലപ്പോൾ കൊണ്ടു നടക്കുന്നത് കാണാം. അവിടുത്തെ താഴ്ന്ന അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ശിവായിക്ക് ആ ഒരു അധികാരം കാണാം. എല്ലാവരും മേള അയാൾ അധികാരത്തോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. അവർക്ക് മിക്കവാറും യൂണിയന്റെ ഒക്കെ വലിയ പ്രവർത്തകരും നേതാക്കന്മാരും ആയിരിക്കും. ഈ ഓഫീസർമാരൊന്നും അവർ വകവെക്കുക പോലുമില്ല. അവിടെ എന്തും ഞാനാണ്, ഞാൻ തീരുമാനിക്കും എന്നുള്ള ഭാവമുള്ള ആൾക്കാർ. അപ്പൊ അവർക്കും ഇത്തരത്തിൽ വിരലിന് ഒന്നും രണ്ടും വിരലിന് ഒരേ നീളമുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ രണ്ട് വിരലും അല്ല, ഒന്നാമത്തെയും മൂന്നാമത്തെയും വിരലിന്, ഒന്നാമത്തെയും മൂന്നാമത്തെയും വിരലിന് ഒരേ നീളമുണ്ടായിരിക്കാം. ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും വിരലിന് ഒരേ നീളമുള്ളത് ഈ ക്ലാസ്സിൽ തന്നെ ഒരു 3-4 പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തതിന്റെ പ്രത്യേകത നേട്ടാൽ നമ്മൾ പറഞ്ഞു, ഒന്നാം വിരൽ വ്യാഴമണ്ഡലത്തെ സൂചിപ്പിക്കുന്നതാണ്, അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ധനത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാം വിരൽ എന്ന് പറയുന്നത് ആദിത്യ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. ആദിത്യ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മൂന്നാമത്തെ വിരൽ. ആദിത്യൻ എന്ന് പറയുന്നത് യശസ്, പ്രശസ്തി യേശുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിരൽ കൂടെയാണ്. അപ്പൊ പ്രശസ്തിക്കും ധനത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഇവർ. 1ഉം 3ഉം വിരലുകൾ ഒരേ ഹൈറ്റിലുള്ളതാണ് എങ്കിൽ അവർ ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കും. രണ്ടിനും
ചില ആൾക്കാരുണ്ട്, അവർക്ക് വേറെ ഒന്നും വേണ്ട, ധനം കിട്ടിയാൽ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല, ധനം കിട്ടിയാൽ മതി. മറ്റുള്ള ആൾക്കാർക്ക് ധനത്തെക്കാൾ പ്രാധാന്യം പേരും പ്രശസ്തിയും ഉണ്ടാകുക എന്നാണ്. ഈ ധനത്തിന് വേണ്ടി, ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടി എത്ര ധനം വേണോ മുടക്കാൻ തയ്യാറായിട്ടുള്ള പ്രാഞ്ചിയേട്ടന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അവർക്ക് ധനം അവരെങ്കിലും ഉണ്ടാവും, അവർക്ക് വേണ്ട പേരും പ്രശസ്തിയും ഒക്കെയാണ്. ഇതങ്ങനെയല്ല. രണ്ടിനും, ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഈ ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ, രണ്ടാം വിരലിനല്ല, മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകാം. ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകാം. ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ വ്യാഴൻ ഗർവ് അല്ലെങ്കിൽ തന്റെ വിൽ പവർ, അഭിമാനം ഒക്കെ ഉണ്ട്, അതിനാണ് നീളം കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയാളുടെ നീളം കുറഞ്ഞു പോയാൽ അപകർഷതാബോധമുണ്ടാകും, സ്വയം ഗിൽറ്റി തോന്നുക, കുറവ് തോന്നുക, അപകർഷതാബോധം, എന്തോ ഒരു കുറവ് തനിക്കുണ്ട് എന്ന് സ്വയം തോന്നുക, അപകർഷതാബോധമുണ്ടാകുക. പിന്നെയോ എന്തിലും സംശയമാണ്, ഏത് വിഷയത്തിലും സംശയമാണ്. ഒരു വിഷയത്തിലും ഒരു ഉറപ്പ് അയാൾക്കുണ്ടായിരിക്കേയില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സൂത്രശാലിയായിരിക്കും, സ്വാർത്ഥനുമായിരിക്കും. സൂത്രശാലിയായിരിക്കും, സ്വാർത്ഥനായിരിക്കും. ഈ സൂത്രശാലിയാകുന്ന എന്തെന്ന് കേട്ടാൽ അയാൾക്കൊരിടത്തും അയാളുടേതായ അഭിപ്രായം പറയാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ്. അയാൾക്കൊരിടത്തും അയാളായി നിൽക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് തന്ത്രത്തിൽ നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക, അതാ സൂത്രശാലി എന്ന് പറയുക. പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള ബോധമോ ഉയർന്ന ചിന്താഗതിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ച് തൻ്റെ കാര്യം കുഴപ്പങ്ങളൊന്നുമില്ലാതെ നേടിയെടുക്കുക, തൻ്റെ നില സേഫ് ആക്കുക. അതാ സൂത്രശാലിയും പിന്നെ സ്വാർത്ഥനും ആകുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ പോലെയായിരിക്കും. മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയാതെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് ഒന്നാം വിരലിന് മൂന്നാം വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകുന്നത്, ഒന്നാം വിരലിന് മൂന്നാം വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ, എന്നാൽ ഈ ഒന്നാം വിരലിന് ചൂണ്ടുവിരലിനേക്കാൾ നീളം ഉണ്ടാകാം. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഒന്നാം വിരലിന് ചൂണ്ടുവിരലിനേക്കാൾ നീളമുണ്ടാകാം. ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്നതില് കാണുന്നേക്കാൾ ചിത്രം അല്പം കൂടി ഒന്ന് മാറ്റിയെടുത്ത് കണ്ടാൽ മതി. ചിത്രം കറക്റ്റ് അല്ല, തിരിച്ചു ചിന്തിക്കുക. മൂന്നാം വിരലാണ് ഇപ്പുറത്താണെന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. രണ്ടാം വിരൽ, ഞാൻ പറഞ്ഞത് ഒന്നാം വിരലിന് നീളം കൂടി നിൽക്കുക, മറ്റേത് വിരലിനേക്കാളും നീളം കൂടുതൽ ഒന്നാം വിരലിൽ ഉണ്ടായിരുന്നാൽ അവർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വ്യാഴൻ ആരാന്ന് പറഞ്ഞ അധികാരം, ധനം, പവർ, ഗർവ്, ഇതൊക്കെയാ, സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നേതൃഗുണമുണ്ടാകും, നേതൃഗുണമുണ്ടാകും, അധികാരികളായിരിക്കും, നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ഇതാണ് നീളം. ഇതിപ്പം ഒരേ നീളമാണ്, ഇതിനേക്കാൾ അല്പം നീളം കൂടി വരിക. ഇതാണെങ്കിൽ അടക്കി ഭരിക്കാൻ മോഹം ഉണ്ടായിരിക്കുന്നവരുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടക്കി ഭരിക്കാൻ മോഹമുള്ളവരുടെ ചിത്രം. അതിന് അല്പം കൂടുതൽ നീളം ഒന്നാം വിരലിലുണ്ടായാൽ അയാൾ
ആത്മവിശ്വാസം കൂടിയുള്ളവരും ഭരണകർത്താക്കളും എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ളവരും ആകും. അതൊരു നല്ല സ്വഭാവം തന്നെയാണ്. പിന്നെ ലേശ അഹങ്കാരം ചിലപ്പോൾ വന്നു പെട്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഒന്നാം വിരലിന്, നേരത്തെ നമ്മൾ പറഞ്ഞു നീളം കുറയുക എന്ന് പറഞ്ഞു, മൂന്നാം വിരലിനേക്കാൾ നീളം കുറയുക. പിക്ചറില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഒന്നാം വിരലിന് മൂന്നാം വിരലിനേക്കാൾ നീളം കുറയുക, ഈ പറഞ്ഞ അവസ്ഥ. ഒന്നാം വിരലിന് മൂന്നാം വിരലിനേക്കാൾ നീളം കുറയുക. ഈ അവസ്ഥയ്ക്ക് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഒന്നിനും ഉറപ്പില്ലായ്മ, അപകർഷതാബോധം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്പം കൂടി നീളം കുറയുക. നന്നേ നീളം കുറവായിരുന്നാൽ നീളക്കുറച്ചിൽ പ്രകടമാകും. കൈ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കൈയുടെ ആ വിരലിന് നീളക്കുറച്ചിലുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലായിരിക്കും. എന്തൊരു അഭംഗി ഇല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്ന വിധത്തിലായിരിക്കും. അപ്പൊ ഇതിനേക്കാൾ നീളം കുറവായിട്ട് കാണപ്പെടുന്നു എങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയുന്നവരായിരിക്കും. വളരെ വേഗം ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുന്നേ തന്നെ ഉചിതമായ തീരുമാനം എടുക്കുവാൻ കഴിയുന്നവരായിരിക്കും. പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പലർക്കും ആ സ്വഭാവം ഉണ്ടായിരിക്കും. പക്ഷെ ഉചിതമായ തീരുമാനം, ആ സന്ദർഭത്തിന് അനുയോജ്യമായ തീരുമാനം വളരെ വേഗത്തിൽ എടുക്കുവാൻ കഴിയുന്നവരായിരിക്കും. ഉചിതമായ തീരുമാനം വേഗത്തിൽ എടുക്കുവാൻ കഴിയുന്നവരായിരിക്കും അവർ. അതൊരു നല്ല സ്വഭാവമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പൊ നേരത്തെ ഞാൻ മറ്റൊന്ന് പറഞ്ഞു. ഏതാ പറഞ്ഞത്? ഇതിനെ റിവേഴ്സ് ആയിട്ടൊന്ന് പറഞ്ഞു. ഒന്നാം വിരലിന് രണ്ടാം വിരലിനേക്കാൾ നീളം കൂടിയിരിക്കുക. ആത്മവിശ്വാസം ഉണ്ടാവുമെന്നും ഭരണാധികാരികളായിരിക്കുമെന്നും നേതൃഗുണം ഉണ്ടായിരിക്കുമെന്നും അത് ലേശം അഹങ്കാരത്തിന് കാരണമാകുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇത് ചെറുതായിട്ട് നീളം കൂടുക, വളരെ വളരെ നീളം കൂടുതലാണെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് അല്പം നീളം കൂടുതലാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞത് വളരെ നീളം കൂടുതലാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. വളരെ നീളം കൂടുതലാണെങ്കിൽ അഹങ്കാരികളെന്നല്ല, ക്രൂരനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുമായിരിക്കും. വ്യാഴന്റെ സ്വഭാവത്തിന്റെ അതിപ്രസരമാണ്. ക്രൂരനായിരിക്കും, എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളുമായിരിക്കും. ക്രൂരനും എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളുമായിരിക്കും. ഇപ്പൊ ഒരു വിരല് തന്നെ അതിന്റെ നീളത്തിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ഒരുപാട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും കയ്യിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം അവർക്ക് മാതകമാണ്. തന്നെക്കുറിച്ചുള്ള ആ സ്വഭാവമെങ്കിലും ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കുക. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവരുടെ കയ്യിലും കാണില്ല. പക്ഷെ തൻ്റെ കയ്യിൽ കാണുന്ന ഒരു സ്വഭാവം ഈ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും ഒന്നിൽ വരുന്നതായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ തന്നെ പഠിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാവുന്നുള്ളേ ഉള്ളൂ. അതിൽ ഒന്നാം വിരലിന്റെ ഒന്നാം ഖണ്ഡം, ഒന്നാം വിരലിന്റെ ഒന്നാം ഖണ്ഡം എന്ന് പറഞ്ഞാൽ നഖത്തോട് ചേർന്ന ഭാഗം, നഖത്തോട് ചേർന്ന ഭാഗം, അത് മതവികാരത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഒന്നാം ഭാഗം മതവികാരത്തെ, മതം ഉദ്ദേശിക്കുന്നത് ജാതി എന്നുള്ള അർത്ഥത്തിലല്ല, തന്നെക്കുറിച്ചുള്ള ബോധം എന്നുകൂടെ എടുക്കണം. മതം അങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. നമ്മളിപ്പോ അതൊന്നും ഹിന്ദു മതം ക്രിസ്ത്യ മതം എന്നല്ല, തന്നെക്കുറിച്ചുള്ള ബോധം, അഭിപ്രായം. അഭിപ്രായം എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് എടുക്കുകയും കൂടെ വേണം. അല്ലാതെ ഹിന്ദു ആണ്, ക്രിസ്ത്യനാണ്, മുസൽമാനാണ്, ആ മതബോധത്തെ അല്ല ഉദ്ദേശിച്ചത്.
തന്നെ കുറിച്ചുള്ള ബോധമാണ്. മതം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്റെ ബോധത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മതം അഹങ്കാരമല്ലേ? ഇതേ അഹങ്കാരമായിട്ട് എടുക്കാം. കാരണം എന്റെ നീളം അല്പം കൂടിയാൽ സെൽഫ് കോൺഫിഡൻസ് കൂടും. ഒന്നാം കണ്ണത്തിന് മറ്റ് 2 കണ്ണങ്ങളെക്കാൾ നീളം കൂടിയിരുന്നാൽ, ഒന്നാം കണ്ണത്തിന് മറ്റു 2 കണ്ണങ്ങളെക്കാൾ നീളം ഏറിയിരുന്നാൽ സെൽഫ് കോൺഫിഡൻസ് കൂടും. സെൽഫ് കോൺഫിഡൻസ് കൂടി ഒരു പരിധി കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പഠിച്ചു, അഹങ്കാരത്തിന് കാരണമായി തീരും. 2ാം കണ്ണ് എന്ന് പറയുന്നത് സ്ഥാനമോഹത്തെ സൂചിപ്പിക്കുന്നതാണ്. അധികാരത്തോടുള്ള ആർത്തി എന്ന് പറയാം, താല്പര്യം, സ്ഥാനമോഹം. അപ്പൊ അതിന്റെ വലിപ്പം കൂടിയാലോ, മറ്റ് 2 കണ്ണത്തേക്കാൾ നീളം കൂടുതൽ 2ാം കണ്ണത്തിനുണ്ട് എങ്കിൽ അവര് സ്ഥാനമോഹികളായിരിക്കും. തനിക്കെന്ത് കിട്ടും എന്നാഗ്രഹിക്കുന്നവരാണ്. 3ാം കണ്ണം വിഷയാശക്തിയെ സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ ഇഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതിന് വലിപ്പം കൂടുന്നത് അഹങ്കാരത്തിന് കാരണമായി തീരും. 1ാം കണ്ണവും 3ാം കണ്ണവും വലിപ്പം കൂടുന്നത് ലേശം അരഗന്റ്, പ്രൗഡ്, താനെന്ന ബോധം. ഞാൻ ആരോ ഒരു വലിയ ആളാണ്, ഞാൻ ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ധരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊരു തോന്നലുണ്ട്, അവർ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവരുടെ തോന്നലാണത്, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ്, മറ്റുള്ളവരൊക്കെ നിസ്സാരക്കാരൻ. അവരങ്ങനെ ആയിരിക്കും മറ്റുള്ളവരുടെ ഇടപെടുന്നതും ഒക്കെ. അവർക്ക് തന്നെ അറിയാം അവരൊന്നും അല്ല എന്ന്. അവർക്ക് തന്നെ അറിയാം അവരൊന്നും അല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരു വലിയ സംഭവമാണ്, ഞാൻ ആരൊക്കെയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങളും ബോധങ്ങളും അറിവുകളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്, സ്വാധീനമൊക്കെ ഉണ്ട് എന്ന് നിൽക്കുന്ന നമുക്ക് തന്നെ ധാരാളം പരിചയമുള്ള ആൾക്കാരുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ അവരെ അറിയാം, അവർ വളരെ സീറോയാണ്, ഒന്നും അല്ലാത്തവരാണ്. പക്ഷെ അവരുടെ ഇടപെടലിലൊക്കെ ഒരു കൃത്രിമമായ ഒരു ആഠിത്യം അവർ വെച്ച് പുലർത്താറുണ്ട്. ഇത്രയുമാണ് 1ാം വിരലിനെ കുറിച്ച് ഒരു പ്രൈമറി തോട്ട്. ഈ 3 കണ്ടും ഒരേ വലിപ്പമാണെങ്കിലോ സാറേ? അവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല, മാന്യമായി കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും. വേറെ പ്രത്യേകിച്ച് പറയാൻ ഇല്ല. അവരെ ഒരേപോലെ കാരണം എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. ഉത്തമ പൗരന്മാർ എന്നൊക്കെ പറയാം, ഉത്തമ പൗരന്മാരായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 1ാമത്തെ വിരലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ പറയാൻ. ഞാൻ ഒരു 10-30 മിനിറ്റിനോളം എടുത്തു എങ്കിലും അത്രയ്ക്കുള്ള 4-5 പോയിന്റേ പറഞ്ഞുള്ളൂ. ഞാൻ വളരെ സാവകാശത്തിലാണ് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് എഴുതുകയും കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി അതങ്ങോട്ട് ഉൾക്കൊള്ളും, എഴുതിക്കൊള്ളും. 1ാം വിരൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തായ് വിരൽ എഴുതി, ഈ ക്ലാസ്സില് 1ാം വിരൽ എഴുതുന്നു. അതിന് മറ്റൊരു പേരുണ്ട്, ചൂണ്ടുവിരൽ. ചൂണ്ടുവിരൽ. ഒന്നാം വിരൽ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് പോലാണ്. ഇത് നമ്മുടെ ബോധ മനസ്സിനെ
ബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് നമ്മുടെ ബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്നും രണ്ടും വിരലുകൾക്ക് ഒന്നും രണ്ടും വിരലുകൾക്ക് ഒരേ നീളമായിരുന്നാൽ അടക്കി ഭരിക്കുവാൻ താല്പര്യമുണ്ടാകും. ഒന്നും രണ്ടും വിരലുകൾക്ക് ഒരേ നീളമായിരുന്നാൽ അടക്കി ഭരിക്കുവാൻ താല്പര്യമുണ്ടാകും. വീണ്ടും മോതിര വിരലിനും സർ അത് കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ സർ? മോതിര വിരലിനും ചൂണ്ടുവിരലിനും എന്ന് പറഞ്ഞാൽ ഒന്നും മൂന്നും വിരലുകൾ, ബ്രാക്കറ്റിലൂടെ അങ്ങനെ എഴുതിക്കോളും. ഒന്നും മൂന്നും വിരലുകൾ. മോതിര വിരലിനും ചൂണ്ടുവിരലിനും ഒരേ നീളമായിരുന്നാൽ ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം നൽകും. ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം നൽകും. അപ്പൊ മോതിരവിരല് പ്രശസ്തിയെ കാണിക്കുന്നതാണോ സാറേ? മോതിരവിരൽ അപ്പൊ പ്രശസ്തിയെ കാണിക്കുന്നതാണോ? ആ, മോതിരവിരൽ എന്ന് പറയുന്നത് മോതിരവിരൽ പ്രശസ്തിയാണ്. അത് നമ്മുടെ യശസ്സിനെ കാണിക്കുന്നതാണ്. അപ്പോളോയുടെ സാന്നിധ്യം ഉള്ളതാണ്. യശസ്സിനെ തന്നെയാണ് ഇത് കാണിക്കുന്നത്. അടുത്ത ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ നീളമേറിയിരുന്നാൽ മോതിര വിരലിന് ഒന്നാം വിരലിനേക്കാൾ നീളമേറിയിരുന്നാൽ
അത് തിരിച്ചല്ലേ സാറേ? ഒന്നാം വിരലിന്റെ മുതൽ വിരലിനേക്കാളല്ലേ? ആത്മവിശ്വാസവും നേതൃഗുണവും ഉണ്ടായിരിക്കും. ആത്മവിശ്വാസവും നേതൃഗുണവും ഉണ്ടായിരിക്കും. സാർ, ഇത് ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ നീളം ഉണ്ടായിരുന്നാൽ, ഒന്നാം വിരലിന് മോതിര വിരലിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ ആത്മവിശ്വാസവും നേതൃഗുണവും ഉണ്ടാകും. ഇത് ക്രമേണ അഹങ്കാരത്തിന് കാരണമായി തീരും. ഇത് ക്രമേണ അഹങ്കാരത്തിന് കാരണമായി തീരും. വീണ്ടും ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോയാൽ അപകർഷതാബോധവും എന്തിനും സംശയവും ഒരു കാര്യത്തിലും തീരുമാനം എടുക്കുവാൻ കഴിയാത്തവരും ആയിരിക്കും. ഒരു കാര്യത്തിലും തീരുമാനം എടുക്കുവാൻ കഴിയാത്തവരുമായിരിക്കും. സ്വാർത്ഥരും സൂത്രശാലികളുമായിരിക്കും. വീണ്ടും ഒന്നാം വിരലിന് നീളം നന്നേ കുറഞ്ഞു പോയാൽ ഉചിതമായ തീരുമാനം
വേഗത്തിൽ എടുക്കുവാൻ കഴിയും. ഉചിതമായ തീരുമാനം വേഗത്തിൽ എടുക്കുവാൻ കഴിയും. വീണ്ടും ഒന്നാം വിരലിന് നീളം വളരെ കൂടുതലാണെങ്കിൽ ക്രൂരന്മാരും അസംമാർഗികളുമായിരിക്കും. ക്രൂരന്മാരും അസന്മാർഗികളുമായിരിക്കും. ചൂണ്ടുവിരലിന്റെ ഒന്നാം ഖണ്ഡം മതബോധത്തെ സൂചിപ്പിക്കുന്നു. ഒന്നാം ഖണ്ഡം മറ്റു ഖണ്ഡങ്ങളെക്കാൾ നീളം കൂടുതലുണ്ട് എങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. രണ്ടാം ഖണ്ഡം സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനമാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കണ്ണത്തിന് വലിപ്പമേറിയാൽ സ്ഥാനമോഹികളായി തീരും. മൂന്നാം ഖണ്ഡം വിഷയാശക്തിയെ സൂചിപ്പിക്കുന്നു. ഈ കണ്ണത്തിന് നീളമേറിയിരുന്നാൽ
അഹങ്കാരികളായിത്തീരും. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. നടുവിരലിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടി വരുന്നില്ല, കാരണം മറ്റുള്ളവർ രണ്ടുപേരും ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. ഞാൻ എൻ്റെ നോട്ട്സ് ആദ്യം പറയാം, എന്നിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ്, നമുക്ക് അല്പം സമയ ലാഭം വരും. അതുകൊണ്ട് ഞാൻ നോട്ട്സ് എന്നിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കേട്ടോ? എങ്ങനെ? വ്യാഴത്തിന്റെ കൂടെ പറയില്ല ഇതിന്റെ കൂടെ? ഇല്ല, മണ്ഡലങ്ങൾ ഒരുമിച്ച് പറയാം. അല്ലല്ല, മണ്ഡലങ്ങൾ വിരലിനോടൊപ്പം പറഞ്ഞു പോകാൻ പറ്റില്ല. അത് മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെഡ് തന്നെയാണ്. വിരലുകൾ കഴിഞ്ഞാൽ അടുത്തുമ്പോൾ പഠിക്കുന്ന മണ്ഡലമാണ്. മണ്ഡലത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനോട് ചേർത്ത് പറഞ്ഞു പോകാൻ പറ്റുന്നതല്ലേ അത്. അതുകൊണ്ട് പ്രത്യേകം അനലൈസ് ചെയ്ത് പോകുന്നതാണ്. അത് ഓരോന്നും മണ്ഡലമായിട്ട് തന്നെ പഠിക്കാം. നമുക്ക് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ വരുന്ന അടുത്തയാണ്. വിരലിനോടൊപ്പം മണ്ഡലം പഠിച്ചു വന്നാൽ ശരിയാകില്ല. അത് ആയിക്കോട്ടെ, അറിയില്ലാത്തോണ്ടാ ചോദിച്ചത്. ഇവിടെ അറിവിന്റെ അല്ല. ഒന്നാം മണ്ഡലത്തിനെ കുറിച്ച് ഇത്ര എഴുതിയാൽ മതി. എങ്ങനെ? ഒന്നാം വിരലിനെ കുറിച്ച് ഇത്ര എന്തല്ലോ, അടുത്ത ഇനിയിപ്പം മധ്യവിരലിനെ കുറിച്ച്, രണ്ടാമത്തെ വിരലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വരുന്നില്ല. ഈ ഒരു കമ്പാരിസൺ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതാൻ കുറച്ചേ ഉള്ളൂ. അത് എഴുതിയ ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ പോരെ? കാരണം അത് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു കമ്പാരിസൺ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഇപ്പൊ കേൾക്കുമ്പോൾ മനസ്സിലാവും. എഴുതിക്കോളൂ. നടുവിരൽ, നടുവിരൽ ചെറുതായിരുന്നാൽ, ഇപ്പൊ മറ്റു വിരലുകളേക്കാൾ ചെറുതായിരുന്നാൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രൂരനായിരിക്കും, അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രകടമാകും അത് തീരെ ചെറുതായി പോയല്ലോ എന്ന്. വളരെ വളരെ അല്പമല്ല, അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂണ്ടുവിരലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ചെറുതായി പോയാൽ കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും, ഇത് തീരെ ചെറുതാണല്ലോ, ഒരു അഭംഗി അവിടെ ഉണ്ടാവും. ഇത് ക്രൂരനായിരിക്കും എന്നാ പറയാം. ഇനി അടുത്ത് പറയുന്നത് നടുവിരൽ മോതിര വിരലിനേക്കാളോ അല്ലെങ്കിൽ ഒന്നാം വിരലിനേക്കാളോ കാൽ ഇഞ്ച്, ചെറിയൊരു അളവാണെന്ന് അറിയാമല്ലോ, 1/4 ഇഞ്ച് നീളം കൂടുതലുണ്ടായിരുന്നാൽ ബുദ്ധിമാനും സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്നവനുമായിരിക്കും. ബുദ്ധിമാനും സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്നവരുമായിരിക്കും. എന്നാൽ നീളം കാലിഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ, എന്നാൽ നീളം
കാലിഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾ എപ്പോഴും പ്രശ്നങ്ങളിൽ പെടും. ട്രബിൾസ്. അയാൾ എപ്പോഴും പ്രശ്നങ്ങളിൽ പെടും. രണ്ടാം വിരലിന് ഒന്നാം വിരലിനേക്കാൾ ഒന്നാം വിരലിനേക്കാൾ 1/2 ഇഞ്ചിൽ കൂടുതൽ നീളക്കൂടുതൽ ഉണ്ടായിരുന്നാൽ കൊലപാതകിയായി തീരും. ഇപ്പൊ രണ്ടാം വിരല് ചെറുതായാലും നീളം ഒത്തിരി കൂടിയാലും രണ്ടും കുഴപ്പമാണ്. രണ്ടും കുഴപ്പം തന്നെയാണ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്. വിരലഗ്രം കൂർത്തിരുന്നാൽ ക്രൂരനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാകാത്തവരുമായിരിക്കും. നടുവിരലിന്റെ ഒന്നാം ഖണ്ഡം സന്ദേഹത്തെയും, സംശയം, ടെൻഷൻ, ഉത്കണ്ഠ എന്നൊക്കെ പറയാം, സന്ദേഹത്തെയും രണ്ടാം ഖണ്ഡം ശാസ്ത്രബോധത്തെയും മൂന്നാം ഖണ്ഡം ഏകാഗ്രതയും സൂചിപ്പിക്കുന്നു.
സാർ കേട്ടില്ല. ഒന്നാം ഖണ്ഡം സന്ദേഹത്തെയും രണ്ടാം ഖണ്ഡം ശാസ്ത്രബോധത്തെയും മൂന്നാം ഖണ്ഡം ഏകാഗ്രതയും സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഓരോ ഖണ്ഡത്തിനും വലിപ്പം കൂടുന്നതനുസരിച്ച് ഇതിന് കൂടുതലോ കുറവോ വരും. അതിനകത്ത് വേറെ എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് ശനിവിരലിനെ കുറിച്ച് പറയാൻ. അതുകൊണ്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് വിരലുകളുടെ നീളത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. നമുക്ക് വേഗത്തിൽ പഠിക്കാനും വേഗത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന ഒന്നായതുകൊണ്ടാണ്. എന്നാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അടുത്ത് പറയുന്ന 2 വിരലുകൾ. സാറേ ഇതില് ഈ ഗണ്ണത്തിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. സാറേ അല്പം ഉറക്കെ പറയുക. ഈ ഗണ്ണത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അതെ, വലിപ്പം നീളം അനുസരിച്ച്. ഓക്കെ സാറേ. നമ്മൾ ഫലം പറയാൻ വിരലുകൾ മാത്രമല്ല ആശ്രയിക്കുന്നത്. വിരലുകൾ അതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമേ ആകുന്നുള്ളൂ. ഫലം പറയാൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് മണ്ഡലങ്ങളും രേഖകളുമാണ്. ഒരാളുടെ ഫലം പറയാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് മണ്ഡലങ്ങളെയും രേഖകളെയാണ്. അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും വിരലുകൾ ഇതിനകത്തൊന്നുമല്ല. നിങ്ങൾ ക്രമേണ അത് വിട്ടുകളയുകയും ചെയ്യും. വിരലുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് നമ്മൾ വിട്ടുകളയണ്ട. കാരണം ഒരാളിനെ കാണുമ്പോൾ അയാളുടെ കൈ പിടിച്ചു നോക്കാതെ പെട്ടെന്ന് നമുക്ക് അയാളെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താൻ ഈ വിരലുകളുടെ നീളം നമുക്ക് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് അത് വിട്ടുകളയണ്ട, അത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ പോകണം. പക്ഷെ മണ്ഡലം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മണ്ഡലമാണ് കേമൻ, ഇതൊന്നും അല്ല. പക്ഷെ രേഖ പഠിക്കുമ്പോൾ പറയും മണ്ഡലവും വിരലുകളുമല്ല, രേഖയാണ് കേമന്മാർ. രേഖ മാത്രം പഠിച്ചാൽ മതി എന്നൊരു തോന്നൽ അപ്പോഴും വരും. അതും ശരിയല്ല. മണ്ഡലവും അറിഞ്ഞാൽ മാത്രമേ രേഖ പഠിച്ചിട്ട് കാര്യമുള്ളൂ. രേഖയാണ് നമുക്ക് ഒരാളെ കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. വിരലുകൾ ഇത് കൊച്ചു 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 കാര്യങ്ങൾ, വേണ്ടി വന്നാൽ ഇത് ഒഴിവാക്കി പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് വിരലുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ വരാതിരിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് കൈ ഞാൻ ഒഴിവാക്കി വെച്ചത് പിന്നീട് പറയാമെന്ന് പറഞ്ഞില്ലേ, ആ കൈ ഒഴിവാക്കി വെച്ചത് പിന്നീട് പറയാൻ വേണ്ടിയാ. വിരലുകൾക്ക് അടുത്ത് പറയുന്ന 2 വിരലുകൾക്കും ഇതുപോലെ എനിക്ക് ലാഘവത്തിൽ പറയാൻ പറ്റുന്നതല്ല. അണിവിരലും മോതിരവിരലും രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. കുറേ സ്വഭാവങ്ങൾ പറയാനുള്ളതുമാണ്. ആ 2 വിരലുകളെ കുറിച്ചും നമ്മൾ ഒന്നാം വിരൽ പഠിച്ചതുപോലെ തന്നെയാണ് ഒന്നും തായ് വിരലും പഠിച്ചതുപോലെ പ്രാധാന്യം വരുന്നുണ്ട്. മൂന്നാം വിരലിനും അടുത്ത 4ാമത്തെ വിരലും അണിവിരലും മോതിരവിരലും അത് നമ്മൾ ഇതുപോലെ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയേണ്ടി വരും. പക്ഷെ അത് മറന്നു പോകണ്ട. നിങ്ങൾക്ക് മണ്ഡലം പഠിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിരലുകളെ വിസ്മരിക്കും. കാരണം വലിയ പ്രാധാന്യം ഇല്ലാന്ന് ധരിക്കും. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ നിങ്ങളുടെ പറയുന്നത് വിരലുകൾ ഇപ്പോഴേ ബൈ ഹാർട്ട് ആക്കണം. നീളം കൂടുതൽ നീളക്കുറവ് ഇത് മാത്രമല്ലേ അതിനകത്തുള്ളൂ. അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ. ഇപ്പോ ഓണത്തിന് മുമ്പ് നമ്മുടെ ഉള്ള ക്ലാസ്സാണിത്. ഞായറാഴ്ച ഓണമാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഉത്രാടമായി. ഇപ്പോ ഈ ക്ലാസ്സിലുള്ള മുഴുവൻ ആൾക്കാർക്കും സന്തോഷമായ ഒരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ഓണം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഹാപ്പി ഓണം. പിന്നെ ഹെഡ് എഴുതി വെച്ച് ഒരു കാര്യം പറഞ്ഞത് സാർ, ഈ ഓഡിയോ പലപ്പോഴും ബ്രേക്ക് ആവുന്നു. അത് എനിക്ക് മാത്രമാണോ മറ്റുള്ളവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. പറയൂ. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം സാറിന്റെ ഓഡിയോ ആണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ? നമുക്കങ്ങനെ തോന്നിയില്ല. വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പോഴ് ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കേ. ചിലപ്പോ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് ഓണം കഴിഞ്ഞ് ഹാപ്പി ഓണം സാർ. ആത്മാഷേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സാർ. ഓക്കെ. നമസ്കാരം. സാറിനും പറ്റിയ ഓണം. പരസ്പരം ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
ഹാപ്പി ഓണം സാറേ.